ഓം ശാന്തി. 5/1/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ ശ്രീമതത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ഗീതാജ്ഞാനവും രാജയോഗവും നിങ്ങളെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റുന്നു. ചോദ്യം: സത്യയുഗത്തിൽ ഓരോ വസ്തുവും ഏറ്റവും നല്ലതും സത്തോ പ്രധാനവുമായിരിക്കും. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തിൽ മനുഷ്യർ സത്തോ പ്രധാനമായിരിക്കും. മനുഷ്യർ നല്ലതാണെങ്കിൽ സാമഗ്രികളും നല്ലതായിരിക്കും. മനുഷ്യർ മോശമാണെങ്കിൽ സാമഗ്രികളും ദോഷം നൽകുന്നവയായിരിക്കും. സത്തോ പ്രധാനമായ സൃഷ്ടിയിൽ ഒരു വസ്തുവും അപ്രാപ്തമായിട്ടില്ല. ഒന്നും എവിടെ നിന്നും യാചിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഓം ശാന്തി. ബാബ ഈ ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് ശരീരമാണ്, ഇതിൽ ആത്മാവുമുണ്ട്. നിങ്ങൾ കുട്ടികൾക്കറിയാം, പരംപിത പരമാത്മാവും ഈ ശരീരത്തിലുണ്ട്. ഈ കാര്യം ആദ്യം ഉറപ്പാകണം. അതുകൊണ്ട് ബ്രഹ്മബാബയെ ദാദയെന്നും പറയുന്നു. ഇത് കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. ഈ നിശ്ചയത്തിൽ തന്നെ മുഴുകിയിരിക്കണം. ബാബ ആരിലാണോ അവതരിച്ചിരിക്കുന്നത് അഥവാ അവതാരമെടുത്തിരിക്കുന്നത്, ആ ബ്രഹ്മാവിനെ കുറിച്ച് ബാബ സ്വയം പറയുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ അനേക ജന്മങ്ങളുടെ അന്തിമത്തിലും അന്തിമ ജന്മത്തിലാണ് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതാണ് സർവശാസ്ത്ര ശിരോമണിയായ ഗീതാജ്ഞാനം. ശ്രീമതം എന്നാൽ ശ്രേഷ്ഠമായ മതം. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റേതാണ് ഈ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം. ആ ഭഗവാന്റെ ശ്രീമതത്തിലൂടെയാണ് നിങ്ങൾ ദേവതകളായി മാറുന്നത്. നിങ്ങൾ വരുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ വരുന്നത് നിർവികാരി ശ്രേഷ്ഠാചാരി മതക്കാരായ ദേവീ ദേവതയാക്കി മാറ്റാനാണ്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കണം. വികാരിയായ മനുഷ്യനിൽ നിന്ന് നിർവികാരിയായ ദേവതയാക്കി മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. സത്യയുഗത്തിൽ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണ് വസിക്കുന്നത്. ഇപ്പോൾ കലിയുഗത്തിൽ ആസുരീയ ഗുണങ്ങളുള്ള മനുഷ്യരാണ്. മുഴുവനും മനുഷ്യ സൃഷ്ടിയാണ്. എന്നാൽ ദേവതകളുടേത് ഈശ്വരീയ ബുദ്ധിയും ആസുരീയ മനുഷ്യൻ്റേത് ആസുരീയ ബുദ്ധിയുമാണ്. അവിടെ ജ്ഞാനവും ഇവിടെ ഭക്തിയുമാണ്. ജ്ഞാനവും ഭക്തിയും വേറെ വേറെയല്ലേ? ഭക്തിയുടെ പുസ്തകങ്ങൾ എത്രയാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ എത്രയാണ്? ജ്ഞാനസാഗരൻ ബാബയാണ്. അതിനാൽ ബാബയുടെ പുസ്തകവും ഒന്നായിരിക്കുമല്ലോ. ആര് ധർമ്മം സ്ഥാപിച്ചാലും അവരുടെ പുസ്തകം ഒന്നായിരിക്കും. അതിനെ ധാർമ്മിക പുസ്തകമെന്നാണ് പറയുന്നത്. ആദ്യത്തെ ധാർമ്മിക പുസ്തകമാണ് ഗീത, ശ്രീമദ് ഭഗവത്ഗീത. ഇതും കുട്ടികൾക്കറിയാം. ആദ്യത്തേത് ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ നൽകുന്ന ഈ ഗീതയാകുന്ന ജ്ഞാനത്തിലൂടെയാണ് മനുഷ്യൻ ദേവതയായി മാറിയത്. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു, പവിത്രതയും പഠിപ്പിക്കുന്നു. കാമം മഹാശത്രുവാണ്. ഈ കാമത്തിലൂടെ തന്നെയാണ് നിങ്ങൾ തോറ്റുപോയത്. ഇപ്പോൾ വീണ്ടും അതിൽ വിജയം പ്രാപ്തമാക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തെ ജയിച്ചവർ, അർത്ഥം വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇത് വളരെ സഹജമാണ്. പരിധിയില്ലാത്ത ബാബ ഈ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. പ്രജാപിത ബ്രഹ്മാവ് എല്ലാ മനുഷ്യരുടെയും പരിധിയില്ലാത്ത അച്ഛനാണ്. നിങ്ങൾ ആരോടെങ്കിലും ബ്രഹ്മാവിൻ്റെ അച്ഛൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ആശയക്കുഴപ്പത്തിലാകും. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ രചനകളാണ്. ഈ 3 പേർക്കും ഒരച്ഛനുണ്ടായിരിക്കുമല്ലോ.
നിങ്ങൾ കാണിക്കുന്നുണ്ട് ഈ 3 പേരുടെയും അച്ഛൻ നിരാകാരനായ ശിവനാണ് എന്ന്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ സൂക്ഷ്മവതനത്തിലെ ദേവതകളായിട്ടാണ് കാണിക്കുന്നത്. അവരുടെയും മുകളിലാണ് ശിവൻ. കുട്ടികൾക്കറിയാം, ശിവബാബയുടെ കുട്ടികളായ ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർക്ക് തൻ്റേതായ ശരീരവും ഉണ്ടാകും. ശിവബാബ സദാ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ നിരാകാരനായ പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളാണ്. ആത്മാവ് ശരീരത്തിലൂടെയാണ് വിളിക്കുന്നത് പരംപിത പരമാത്മാവ് എന്ന്. എത്ര സഹജമായ കാര്യമാണ്. ഇതിനെയാണ് അല്ലാഹുവും സമ്പത്തും എന്ന് പറയുന്നത്. ആരാണ് പഠിപ്പിക്കുന്നത്? ഗീതാജ്ഞാനം ആരാണ് കേൾപ്പിച്ചത്? നിരാകാരനായ ബാബ. ബാബയ്ക്ക് ഒരു കിരീടവുമില്ല. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരനും ബീജരൂപനും ചൈതന്യവുമാണ്. നിങ്ങളും ചൈതന്യത്തിലുള്ള ആത്മാക്കളാണല്ലോ. വൃക്ഷത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തെ നിങ്ങൾക്കറിയാം. നിങ്ങൾ തോട്ടക്കാരല്ലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്നതും അതിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നതും എന്ന്. അത് ജഡവൃക്ഷമാണ്. ഇതാണ് ചൈതന്യത്തിലുള്ള വൃക്ഷം. നിങ്ങളുടെ ആത്മാവിലാണ് ജ്ഞാനമുള്ളത്. മറ്റൊരാത്മാവിലും ജ്ഞാനമില്ല. ബാബ ചൈതന്യത്തിലുള്ള മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. അതിനാൽ വൃക്ഷവും മനുഷ്യരുടേതായിരിക്കും. ഇതാണ് ചൈതന്യത്തിലുള്ള രചന. ബീജവും രചനയും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. മാങ്ങയുടെ വിത്തിടുന്നതിലൂടെ മാങ്ങയുണ്ടാകുന്നു. പിന്നീട് വൃക്ഷം എത്ര വലുതാകുന്നു. അതേപോലെ മനുഷ്യരാകുന്ന വിത്തിലൂടെ മനുഷ്യർ എത്രയാണ് വർദ്ധിക്കുന്നത്. ജഡമാകുന്ന വിത്തിൽ ഒരു ജ്ഞാനവുമില്ല. ബാബ ചൈതന്യത്തിലുള്ള ബീജരൂപമാണ്. ബാബയിൽ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. അതായത് എങ്ങനെയാണ് ഉണ്ടാകുന്നതും പാലിക്കപ്പെടുന്നതും പിന്നീട് അതിന് വിനാശമുണ്ടാകുന്നതും. ഈ വളരെ വലിയ വൃക്ഷം ഇല്ലാതായി പിന്നീട് അടുത്ത പുതിയ വൃക്ഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതാണ് ഗുപ്തം. നിങ്ങൾക്ക് ജ്ഞാനവും ഗുപ്തമായിട്ടാണ് ലഭിക്കുന്നത്. ബാബയും ഗുപ്തമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും പതീതമായി മാറിക്കഴിഞ്ഞു. ശരി, വിത്തിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന ഇല ഏതാണ്? സത്യുഗത്തിലെ ആദ്യത്തെ ഇല എന്ന് ശ്രീകൃഷ്ണനെ മാത്രമേ പറയുകയുള്ളൂ, അല്ലാതെ ലക്ഷ്മി നാരായണനെ അല്ല. പുതിയ ഇല ചെറുതായിരിക്കും, പിന്നീട് വലുതാകും. അതിനാൽ ഈ വിത്തിന് എത്ര മഹിമയാണ് ഉള്ളത്. ഇത് ചൈതന്യമുള്ളതാണല്ലോ. പിന്നീട് ഇലകളും ഉണ്ടാകുന്നു, അവർക്കും മഹിമയുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ ദേവീ ദേവതകളായി മാറുകയാണ്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയാണ്. മുഖ്യമായ കാര്യം ദൈവികമായ ഗുണങ്ങളുടെ ധാരണയാണ്. ഈ ലക്ഷ്മി നാരായണനെ പോലെ ആയി മാറണം. ചിത്രവുമുണ്ട്. ഈ ചിത്രങ്ങളില്ലെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനം തന്നെ വരില്ല. ഈ ചിത്രം വളരെ പ്രയോജനമുള്ളതാണ്. ഭക്തിമാർഗത്തിൽ ഈ ചിത്രങ്ങളുടെയും പൂജ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ജ്ഞാനമാർഗത്തിൽ ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾ ഇതുപോലെയായി മാറാനുള്ള ജ്ഞാനം ലഭിക്കുന്നു. ഭക്തിമാർഗത്തിൽ നമുക്കിങ്ങനെയായി മാറണം എന്ന് മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ആരുടേതായിരിക്കും? തീർച്ചയായും ബീജരൂപനായ ശിവബാബയുടേതായിരിക്കും. പിന്നീട് അതിനുശേഷം ആദ്യത്തെ രചനയുടെ ക്ഷേത്രമായിരിക്കും. ആദ്യത്തെ രചന ഈ ലക്ഷ്മി നാരായണനാണ്. ശിവന് ശേഷം ഈ ലക്ഷ്മി നാരായണന്റെ പൂജയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അമ്മമാരെല്ലാവരും ജ്ഞാനം നൽകുന്നു.
അവിടെ പൂജയുണ്ടാകുന്നില്ല. അവർ പഠിപ്പിക്കുകയാണല്ലോ. ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആരുടെയും പൂജ ചെയ്യുന്നില്ല. പഠിക്കുന്നവരുടെ പൂജ ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ പഠിച്ച് പിന്നീട് പഠിക്കാത്തവരായി മാറുമ്പോൾ പിന്നെ പൂജയുണ്ടാകും. നിങ്ങൾ തന്നെയാണ് ദേവീ ദേവതകളായി മാറുന്നത്. നിങ്ങൾ തന്നെയാണ് അറിയുന്നത് ആരാണോ നമ്മെ അങ്ങനെയാക്കി മാറ്റിയത് അവരുടെ പൂജയുണ്ടാകും. പിന്നീട് നമ്മുടെ പൂജയും ഉണ്ടാകും യഥാക്രമം. പിന്നീട് വീണ് 5 തത്വങ്ങളുടെയും പൂജ ചെയ്യാൻ ആരംഭിക്കുന്നു. ശരീരം 5 തത്വങ്ങളുടേതല്ലേ? ഈ 5 തത്വങ്ങളുടെ പൂജ ചെയ്താലും ശരീരത്തിൻ്റെ പൂജ ചെയ്താലും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളായിരുന്നു. ഈ ദേവീ ദേവതകളുടെ രാജ്യം സൃഷ്ടിയിലുണ്ടായിരുന്നു. എന്നാൽ അത് എപ്പോഴായിരുന്നു? ഇതറിയില്ല. ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയും. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ഒരിക്കലും ബുദ്ധിയിൽ ഇരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതിയുണ്ട്. നമ്മൾ ഇന്നേക്ക് 5000 വർഷത്തിന് മുൻപ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റേതായിരുന്നു. ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ പിന്നീട് മറ്റെല്ലാ ധർമ്മങ്ങളിലേക്കും മാറി. പതീതമായത് കാരണം സ്വയത്തെ ദേവീ ദേവത എന്ന് പറയുന്നത് ശോഭനീയമായി തോന്നുന്നില്ല. അപവിത്രരായവരെ ദേവീ ദേവതയെന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യർ പവിത്രമായ ദേവതകളുടെ പൂജ ചെയ്യുന്നത് കാരണം അവർ സ്വയം തന്നെ പവിത്രരാണ്. അതുകൊണ്ടാണ് പവിത്രമായവരുടെ മുന്നിൽ തല കുനിക്കുന്നത്. ഭാരതത്തിൽ പ്രത്യേകിച്ച് കന്യകമാരെയാണ് നമിക്കുന്നത്. കുമാരന്മാരെ നമിക്കുന്നില്ല. സ്ത്രീകളെയാണ് നമിക്കുന്നത്. എന്തുകൊണ്ട് പുരുഷന്മാരെ നമിക്കുന്നില്ല? എന്തുകൊണ്ടെന്നാൽ ഈ സമയം ജ്ഞാനവും ആദ്യം മാതാക്കൾക്കാണ് ലഭിക്കുന്നത്. ബാബ ഈ ബ്രഹ്മാവിലാണ് പ്രവേശിക്കുന്നത്. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ഈ ബ്രഹ്മാവ് ജ്ഞാനത്തിൻ്റെ വലിയ നദി ആണെന്ന്. ജ്ഞാന നദിയുമാണ്, പുരുഷനുമാണ്. ഇതാണ് ഏറ്റവും വലിയ നദി. ബ്രഹ്മപുത്ര നദിയാണ് ഏറ്റവും വലിയ നദി. കൽക്കത്തയുടെ ഭാഗത്ത് സാഗരത്തിൽ ചെന്ന് ചേരുന്നു. മേളയും ഇവിടെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മിലനമാണ്. ബ്രഹ്മപുത്ര എന്ന പേരിലുള്ളത് വെള്ളത്തിൻ്റെ നദിയാണ്. അവർ ബ്രഹ്മമെന്ന് ഈശ്വരനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മപുത്രയെ വളരെ പാവനമെന്ന് മനസ്സിലാക്കുന്നത്. വലിയ നദിയാണെങ്കിൽ പവിത്രവുമായിരിക്കും. പതിത പാവനൻ എന്ന് വാസ്തവത്തിൽ ഗംഗയെയല്ല ബ്രഹ്മപുത്രയെയാണ് പറയുന്നത്. മേളയും ഈ ബ്രഹ്മപുത്രയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇതും സാഗരമായ ബാബയും ബ്രഹ്മാവാകുന്ന നദിയും തമ്മിലുള്ള മിലനമാണ്. എങ്ങനെയാണ് ബ്രഹ്മാവിലൂടെ ദത്തെടുക്കുന്നത്? ഈ ഗൂഹ്യ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇത് പ്രായേണ ലോപിച്ചു പോകുന്നു. ഇത് വളരെ സഹജമായ കാര്യമല്ലേ? ഭഗവാന്റെ വാക്കുകളാണ്. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുകയാണ്. പിന്നീട് ഈ ലോകം തന്നെ ഇല്ലാതാകും. ശാസ്ത്രങ്ങളൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. പിന്നീട് ഭക്തി മാർഗത്തിലാണ് ഈ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ജ്ഞാനമാർഗത്തിൽ ഈ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു ഈ ശാസ്ത്രങ്ങളെല്ലാം പരമ്പരയായിട്ട് തുടർന്ന് വന്നതാണ് എന്ന്. ജ്ഞാനമൊന്നുമില്ല. കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പരമ്പരയെന്ന് പറയുന്നത്. ഇതിനെയാണ് അജ്ഞതയുടെ അന്ധകാരമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത പഠിപ്പ് ലഭിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും.
നിങ്ങൾക്ക് ഈ ദേവീ ദേവതകളുടെ ചരിത്രത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും പൂർണ്ണമായും അറിയാം. ഇവർ പവിത്രമായ പ്രവൃത്തി മാർഗത്തിലുള്ളവരും പൂജ്യരുമായിരുന്നു. ഇപ്പോൾ പൂജാരിയും പതീതരുമായി മാറി. സത്യുഗത്തിൽ പവിത്രമായ പ്രവൃത്തി മാർഗമാണ്, കലിയുഗത്തിൽ അപവിത്രമായ പ്രവൃത്തി മാർഗമാണ്. പിന്നീട് നിവൃത്തി മാർഗം ആരംഭിക്കും. അതും ഡ്രാമയിലുണ്ട്. അതിനെ സന്യാസധർമ്മം എന്നാണ് പറയുന്നത്. വീടെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. ഇത് പരിധിയില്ലാത്ത സന്യാസമാണ്. വസിക്കുന്നത് ഈ പഴയ ലോകത്തിലല്ലേ? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ സംഗമയുഗത്തിലാണ്. പിന്നീട് പുതിയ ലോകത്തിലേക്ക് പോകും. നിങ്ങൾക്ക് തീയതിയും ദിവസവും സെക്കൻഡ് സഹിതം എല്ലാം അറിയാം. മറ്റുള്ളവർ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുഴുവൻ കണക്കും എടുക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ കാര്യം ആർക്കും ഓർമ്മിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ എന്താണ്, എങ്ങനെയാണ് വരുന്നത്, എന്ത് കർത്തവ്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരുടെയും കർത്തവ്യത്തെയും ജാതകത്തെയും അറിയുന്നു. ബാക്കി വൃക്ഷത്തിന് ഇലകൾ ഒരുപാടുണ്ടായിരിക്കും. അതിനെ എണ്ണാൻ സാധിക്കില്ലല്ലോ. ഈ പരിധിയില്ലാത്ത സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന് എത്ര ഇലകളാണ് ഉള്ളത്? 5000 വർഷത്തിൽ തന്നെ ഇത്രയും കോടിയുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷത്തിൽ എത്ര അസംഖ്യം മനുഷ്യരാകും? ഭക്തിമാർഗത്തിൽ കാണിക്കുന്നുണ്ട്, സത്യുഗം ഇത്ര വർഷത്തിൻ്റേതാണ്, ത്രേതായുഗം ഇത്ര വർഷത്തിൻ്റേതാണ്, ദ്വാപരയുഗം ഇത്ര വർഷത്തിൻ്റേതാണ് എന്നെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ബാബ ഇരുന്ന് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നു. മാങ്ങയുടെ വിത്ത് കാണുമ്പോൾ മാങ്ങയുടെ വൃക്ഷം മുന്നിൽ വരുമല്ലോ. ഇപ്പോൾ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ബാബ ഇരുന്ന് വൃക്ഷത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. എന്തുകൊണ്ടെന്നാൽ ചൈതന്യത്തിലല്ലേ. പറയാറുണ്ട്, നമ്മുടെ ഇത് തലകീഴായ വൃക്ഷമാണ് എന്ന്. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, ഈ ലോകത്തിൽ ജഡമായിട്ടോ ചൈതന്യത്തിലോ എന്തെല്ലാമുണ്ടോ അതെല്ലാം വാസ്തവത്തിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ എത്ര വൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യുഗത്തിൽ ഇത്രയും ഉണ്ടാകില്ല. പറയാറുണ്ട്, ഈ വസ്തു ഓസ്ട്രേലിയയിൽ നിന്ന് അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് വന്നതാണെന്ന്. സത്യുഗത്തിൽ ഇവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഡ്രാമയനുസരിച്ച് അവിടുത്തെ വസ്തു ഇവിടെ ഉണ്ടായിരിക്കും. ആദ്യമെല്ലാം അമേരിക്കയിൽ നിന്ന് ഗോതമ്പെല്ലാം വരുമായിരുന്നു. സത്യുഗത്തിൽ എവിടെ നിന്നും വരില്ല. അവിടെ ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ വസ്തുക്കളും നിറഞ്ഞിരിക്കും. ഇവിടെ ധർമ്മങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എല്ലാ വസ്തുക്കളും കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. സത്യുഗത്തിൽ വസ്തുക്കൾ എവിടെ നിന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ നോക്കൂ, എവിടെ നിന്നെല്ലാമാണ് വസ്തുക്കൾ കൊണ്ടുവരുന്നത്. മനുഷ്യർ പിന്നീടാണ് വർദ്ധിക്കാൻ തുടങ്ങിയത്. സത്യുഗത്തിൽ അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല. അവിടുത്തെ ഓരോ വസ്തുവും സതോപ്രധാനവും വളരെ നല്ലതുമായിരിക്കും. മനുഷ്യർ തന്നെ സതോപ്രധാനമാണ്. മനുഷ്യർ നല്ലതാണെങ്കിൽ സാമഗ്രികളും നല്ലതായിരിക്കും. മനുഷ്യർ മോശമാണെങ്കിൽ സാമഗ്രികളും മോശമായിരിക്കും. സയൻസിൻ്റെ മുഖ്യ വസ്തുവാണ് ആറ്റമിക് ബോംബ്. ഇതിലൂടെയാണ് ഇത്രയും വിനാശമുണ്ടാകുന്നത്. എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക? ഉണ്ടാക്കുന്ന ആത്മാവിൽ ആദ്യം മുതൽ തന്നെ ഡ്രാമ അനുസരിച്ച് ജ്ഞാനമുണ്ടായിരിക്കും. സമയമാകുമ്പോൾ അവരിൽ ആ ജ്ഞാനം ഉണ്ടാകുന്നു. വിവേകമുള്ളവർ മാത്രമേ പരിശ്രമിച്ച് മറ്റുള്ളവരെയും പഠിപ്പിക്കുകയുള്ളൂ. കൽപ്പകൽപ്പം അഭിനയിച്ച പാർട്ട് തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ
എത്ര ജ്ഞാനമുള്ളവരായി മാറുകയാണ്. ഇതിലും കൂടുതൽ ജ്ഞാനം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഈ ജ്ഞാനത്തിലൂടെ ദേവതയായി മാറുന്നു. ഇതിലും ഉയർന്ന ജ്ഞാനമൊന്നുമില്ല. ഇത് മായയുടെ ജ്ഞാനമാണ്. അതിലൂടെയാണ് വിനാശം ഉണ്ടാകുന്നത്. ഗവേഷകർ ചന്ദ്രനിലേക്കെല്ലാം പോകുന്നു, അന്വേഷിക്കുന്നു. നിങ്ങൾക്കിത് പുതിയ കാര്യമൊന്നുമല്ല. ഇതെല്ലാം മായയുടെ ഷോ ആണ്. ഒരുപാട് ഷോ കാണിക്കുന്നുണ്ട്. വളരെ ആഴത്തിലേക്ക് പോകുന്നു. അത്ഭുതം ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിയെ ഉപയോഗിക്കുന്നു. ഒരുപാട് അത്ഭുതം ചെയ്ത് കാണിക്കുന്നതിൽ പിന്നീട് നഷ്ടവും സംഭവിക്കുന്നു. എന്തെല്ലാമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഉണ്ടാക്കുന്നവർക്കറിയാം ഇതിലൂടെ ഈ വിനാശമുണ്ടാകും എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഗുപ്തമായ ജ്ഞാനം സ്മരിച്ച് ഹർഷിതമായിരിക്കണം. ദേവതകളുടെ ചിത്രം കാണുമ്പോൾ അവരെ ബഹുമാനിക്കുന്നതിനോടൊപ്പം അവരെ പോലെയായി മാറുന്നതിന് വേണ്ടി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. 2. സൃഷ്ടിയുടെ ബീജരൂപമായ ബാബയുടെ ചൈതന്യത്തിലുള്ള രചനയെ മനസ്സിലാക്കി നോളജ് ഫുള്ളായി മാറണം. ഈ നോളജിനേക്കാളും വലുതായി മറ്റൊരു നോളജും ഉണ്ടായിരിക്കില്ല. ഈ ലഹരിയിൽ തന്നെ കഴിയണം. വരദാനം: ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഈ പാഠത്തിൻ്റെ സ്മൃതിയിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നവരായ ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ. ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഈ പാഠം നിരന്തരം ഓർമ്മയിലുണ്ടെങ്കിൽ സ്ഥിതി ഏകരസമായി തീരും. ജ്ഞാനം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അനേകം പോയിന്റുകളുമുണ്ട്. എന്നാൽ പോയിന്റുകൾ ഉണ്ടായിട്ടും പോയിന്റ് രൂപത്തിൽ ഇരിക്കൂ, അതായത് ബിന്ദു രൂപത്തിൽ ഇരിക്കൂ. ആരെങ്കിലും താഴോട്ട് വലിക്കുമ്പോഴുള്ള മായാജാലം ഇതാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ താഴോട്ട് വലിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ, ചിലപ്പോൾ ഏതെങ്കിലും വസ്തു, ചിലപ്പോൾ വായുമണ്ഡലം. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ സെക്കൻഡിൽ എല്ലാ വിസ്താരങ്ങളെയും സമാപ്തമാക്കി ഏകരസസ്ഥിതി ഉണ്ടായി. അപ്പോൾ പറയാം, ശ്രേഷ്ഠാത്മാവായി ഭവിച്ച വരദാനി. സ്ലോഗൻ: ജ്ഞാനത്തിൻ്റെ ശക്തി ധാരണ ചെയ്യുകയാണെങ്കിൽ വിഘ്ന യുദ്ധം ചെയ്യുന്നതിന് പകരം വിജയം നേടും. അവ്യക്ത സൂചന: ഈ വ്യക്തമാസം ബന്ധനമുക്തരായി ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കളെല്ലാം ഇപ്രകാരം മുക്തരായി മാസ്റ്റർ മുക്തിദാതാവാകൂ. സർവാത്മാക്കളും പ്രകൃതിയും ഭക്തരും മുക്തരായി തീരും. എൻ്റെ ഓരോ കുട്ടിയും എപ്പോൾ ജീവൻ മുക്തരാകും എന്ന തീയതിയിലാണ് ഇപ്പോൾ ബാബ് ദാദയുടെ ശ്രദ്ധ. അന്തിമത്തിൽ ജീവൻ മുക്തരാകും എന്ന് മനസ്സിലാക്കരുത്. ഇല്ല, വളരെ കാലത്തെ ജീവൻ മുക്ത സ്ഥിതിയുടെ അഭ്യാസം വളരെ കാലത്തെ ജീവൻ മുക്ത രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റും. ഓം ശാന്തി.